സ്വപ്നം കാണുക, എന്നിട്ട് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. ഇല്ലാത്തത് സങ്കല്പിക്കുക, എന്നിട്ട് ആ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. ഇമാജിനേഷൻ, അതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ്. ശാസ്ത്രത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ഇമാജിനേഷൻ ഉണ്ടായേ തീരൂ. ഈ വാക്കുകൾ നമ്മുടെ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവായ ആളുടേതാണ്. 1901 ആദ്യമായി നോബൽ സമ്മാനം നൽകി തുടങ്ങുന്നത്. ആദ്യത്തെ നോബൽ സമ്മാന ജേതാവിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ജേക്കോബസ് ഹെൻറിക്കസ് വാൻഹോഫ്. നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു വിശദീകരണം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ പറഞ്ഞ കോഡ്സ് ഒന്നും എനിക്കതിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ബുക്സൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഭൗതിക രസതന്ത്ര ശാഖയിലെ എക്കാലത്തെയും പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു വാൻഹോഫ്. കെമിക്കൽ ഇക്വിലിബ്രിയം, ഓസ്മോട്ടിക് പ്രഷർ, റേറ്റ്സ് ഓഫ് റിയാക്ഷൻ എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ വിശദീകരണം നൽകിയ മഹാനാണ് അദ്ദേഹം. 1851 ജനനം. 1871 ടെക്നോളജിയിൽ ഡിപ്ലോമ ബിരുദം നേടി. തൊട്ടടുത്തുള്ള പഞ്ചസാര ഫാക്ടറിയിൽ ടെക്നോളജിസ്റ്റായി ജോലിക്കും കയറി. എന്നാൽ ഇതല്ല തൻ്റെ മേഖല എന്നൊരു തിരിച്ചറിവുണ്ടാവുകയും വിരസമായ ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്തു. തൻ്റെ മേഖല ഇതല്ലെന്ന് മനസ്സിലാക്കിയ വാൻഹോഫ് തുടർ പഠനത്തിന് വേണ്ടി, അതും ഗണിതശാസ്ത്രത്തിൽ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയാണ് വാൻഹോഫ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തത്. തുടർ പഠനങ്ങൾക്കായി പോയ വാൻഹോഫ് പിന്നീട് സൈനോസൈറ്റിക് ആസിഡ്, മലോണിക് ആസിഡ് എന്നിങ്ങനെ ആസിഡുകളെക്കുറിച്ചൊരു പ്രബന്ധം തയ്യാറാക്കുകയും പിന്നീട് രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആസിഡുകളെക്കുറിച്ചുള്ള പഠനം പിന്നീട് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ തന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അസിമെട്രിക്കൽ കാർബൺ ആറ്റം എന്ന ആശയം മുന്നോട്ട് വരാൻ തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ പഠനങ്ങളായിരുന്നു. പിന്നീട് അദ്ദേഹം ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോലി ആരംഭിച്ചു. ഈ കാലയളവിൽ തന്നെ പല ഗവേഷണങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ജോലിഭാരം മൂലം ഗവേഷണങ്ങളിൽ മതിയായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ലെന്ന വിഷമം അദ്ദേഹം എപ്പോഴും തന്നെ പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം പറഞ്ഞു, ആംസ്റ്റർഡാമിൽ ഞാൻ ജീവിച്ചിരുന്ന കാലം അത്രയും എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ലെന്ന്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വേദനയും. 1884 സ്റ്റഡീസ് ഇൻ ഡൈനാമിക് കെമിസ്ട്രി എന്നൊരു പുസ്തകം അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പുസ്തകം തുടർ പഠനങ്ങൾക്ക് ഗവേഷകരെ ഒരുപാട് സഹായിച്ചൊരു പുസ്തകമാണ്. പല ഗവേഷകർക്കും ബേസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ലഭിച്ചിട്ടുള്ളത് വാൻഹോഫിൻ്റെ സ്റ്റഡീസിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക രസതന്ത്ര ശാസ്ത്രശാഖയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ ഇദ്ദേഹത്തെ 1901 നോബൽ സമ്മാനം നൽകി നമ്മൾ ആദരിച്ചു. രസതന്ത്രത്തെ അടുത്തറിയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ തനിക്ക് മുൻപേ ഉണ്ടായിരുന്ന ഗവേഷകരുടെ എല്ലാം തന്നെ ജീവിതം പോലും അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ടായിരുന്നു. നോബൽ പ്രൈസ് അല്ലാതെ പല സമ്മാനങ്ങൾക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു നോബൽ സമ്മാന ജേതാവിനെ പരിചയപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സീരീസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.